അഞ്ചുതെങ്ങിൽ സുനാമി ബാധിതർക്ക് നൽകിയ വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം 2011 നിർമ്മിച്ചു നൽകിയ വീടുകൾ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കയിലാണ്. കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ് 2 കുട്ടികളടക്കം 3 പേർക്കാണ് പരിക്കേറ്റത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സുനാമി ഫണ്ട് ഉപയോഗിച്ച് 97 വീടുകളാണ് അഞ്ചുതെങ്ങിൽ നിർമ്മിച്ചു നൽകിയത്. 2,82,000 രൂപയാണ് ഒരു വീടിനായി ചെലവഴിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി 5 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ മേൽക്കൂര തകർന്നു തുടങ്ങി. കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുക, ഒന്നും ബാക്കിയില്ല. മഴ പെയ്ത കുത്തിയിരിക്കാൻ പോലും സ്ഥലമില്ല. പല മെമ്പർമാരും നോക്കി, പിന്നെ ML ഡെപ്യൂട്ടി സ്പീക്കറും നോക്കി, പിന്നെ കേന്ദ്രമന്ത്രി ഈ മുരളി വരമ്പം നോക്കിയായിരുന്നു. എന്നിട്ട് അവരെ പറഞ്ഞ് ഉടനെ നടക്കും എന്ന് പറയുന്നതല്ല, ഒരു കാര്യവും നടക്കുന്നില്ല. ഇനി അടുത്ത മഴയ്ക്ക് എന്തരാണെന്നുള്ളത് അറിയാൻ പറ്റൂല. അത് പൊടിഞ്ഞൊടിഞ്ഞ് വീഴുന്നു. വീടുകളുടെ മേൽക്കൂരകൾ പൊട്ടിത്തകർന്നതോടെ ടാർപോളിൻ ഷീറ്റുകൾ വിരിച്ചാണ് പല കുടുംബങ്ങളും ഇവിടെ കഴിയുന്നത്. അഞ്ചുതെങ്ങ് സുനാമി കോളനിയിൽ 30 കുടുംബങ്ങളെ മാത്രം ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിലും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അതൃപ്തിയുണ്ട്. 98 വീടുണ്ടല്ലോ മോനെ, അതെല്ലാം ഇല്ലാതെപ്പെട്ട് കിടക്കുകയല്ലേ. പണ്ടത്തെ 2,82,000 രൂപയ്ക്ക് വീടാണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ 10 ലക്ഷത്തിന്റെ പദ്ധതി കൊടുത്തല്ലേ, അപ്പം ഞങ്ങൾക്കും കൂടെ അത് അനുസരിച്ച് അതിന്റെ പകുതിയെങ്കിലും തരും. എന്നാൽ ഞങ്ങൾ ഒരുവിധം പിടിച്ചു പറ്റി നിൽക്കുമല്ലേ. ഉറങ്ങുന്നതിനിടയിൽ കോൺക്രീറ്റ് പാളി ഇളകി വീണ കുട്ടികൾക്കും പ്രായമായവർക്കും പരിക്കുകൾ പറ്റിയിരുന്നു. വീടുകൾ വാസയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ തഹസിൽദാറിന് റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെയും മേൽ നടപടികൾ ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.